ഇന്നൊരു സ്റ്റിച്ചിങ് ടിപ്പ് പറഞ്ഞു തരാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബിഗിനേഴ്സിനുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ഇത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. ബ്ലൗസിൻ്റെയും ചുരിദാറിൻ്റെയൊക്കെ ഷോൾഡർ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഷോൾഡർ ടു ഷോൾഡർ കോണിച്ച് ഒരു സ്റ്റിച്ച് ഇട്ട് വെക്കും അല്ലേ? ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ നമുക്ക് എത്രയാണോ ഷോൾഡർ കയറി നിൽക്കേണ്ടത്, ചിലപ്പോൾ 1 ഇഞ്ചായിരിക്കും, 1/2 ഇഞ്ചായിരിക്കും, അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടോ ഞാനിപ്പോൾ വരയ്ക്കുന്ന പോലെ ആ ഷോൾഡറിൻ്റെ മുകളിലേക്ക് നമ്മളൊരു കോണിച്ചൊരു വരയിടും. ചിലർ വരയിടത്തില്ല, ഇങ്ങനെ ആ വരയുടെ മുകളിൽ കൂടെ പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മൾ വരച്ച എൻഡിങ് പൊസിഷനിലേക്ക് തയ്ച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയായിരിക്കും ഇത് കിട്ടുന്നത്. പിന്നെ നമ്മളിത് തിരിച്ച് നല്ല വശത്തേക്ക് എടുക്കുമല്ലോ. അപ്പോൾ ദേ അവിടെ കണ്ടോ നമ്മൾ ആ തയ്ച്ച എൻഡിങ് പൊസിഷനിലൊരു അത് അങ്ങനെ വന്നിരിക്കുന്നു, ഒരു ചുളിവ് പോലെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഷോൾഡർ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തരുന്നത്, അത് കാണാതിരിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം അതിന് വേണ്ടി നമ്മൾ തുണി ചീത്തവശത്തേക്ക് തന്നെ തിരിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ കാണിക്കുന്ന അതുപോലെ ഒരു സ്റ്റിച്ച് അവിടെ ഇടുക. നമ്മൾ കണ്ടോ ഞാൻ കാണിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ടേപ്പ് കൊണ്ട് കാണിക്കുന്നത്. ഒരു 2 പോയിൻ്റൊക്കെ വ്യത്യാസത്തിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഒരു 2.5 ഇഞ്ച് താഴ്ത്തി, അതായത് നിങ്ങൾക്ക് എത്രയാണോ അത്രയും ഒരു താഴ്ത്തിയിട്ട് ഇതേ ഒരു വര ഇങ്ങനെ വരച്ചെടുക്കുക. 2 സൈഡിലേക്ക് നമ്മൾ ഷോൾഡറിൻ്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരുപോലെ തന്നെ ഇതിങ്ങനെ ഒരു കോണിച്ച് വരച്ചെടുക്കുക, ഒരു കർവ്. എന്നിട്ട് പിന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ആ വരച്ച വരയിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോഴത്തേക്കിലും താഴെ നമ്മുടെ കൈ ഒന്ന് വലിച്ചു പിടിക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ചുളിവ് വീഴും. കണ്ടില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല വശത്തേക്ക് അത് തിരിച്ചെടുക്കുക. ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റിച്ച് കിട്ടുന്നത്, കണ്ടില്ലേ? ആ ഒരു രീതിയിൽ വേണം നിങ്ങളത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ അത് നേരത്തെ തയ്ച്ച് വെച്ച ആ വൃത്തികേടില്ല. നമ്മളിങ്ങനെ പെട്ടെന്ന് നമുക്ക് ഷോൾഡർ ചെറുതാക്കാൻ ആകപ്പാടെ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തു വരുമ്പോൾ അവിടെ ഒരു ചുളിവ് വരും. അപ്പോൾ ആ ചുളിവ് ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ഒരു ടിപ്പ്. അപ്പോൾ ഇത് ചെയ്യുന്നവർ കാണും, അങ്ങനെയുള്ളവർ ഇഗ്നോർ ചെയ്യുക ഈ വീഡിയോ. അല്ലാത്ത ബിഗിനേഴ്സിന് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ.